Hello students, next നമുക്ക് ഒരു നോട്ട് നോക്കാം. Let f of x equal to a0 plus a1x plus a2x square plus etc plus an x raised to n be a polynomial with integer coefficient. Then the content of the polynomial. ഇപ്പോൾ definition ഇവിടെ പറയുന്നത് content of the polynomial എന്ന് പറയുന്നത് ആ integer coefficientsന്റെ greater common divisor is the greatest common divisor of integer coefficient and it is denoted by cf of x. In greatest common divisor of the integer coefficient എന്നാണ് പറയുന്നത് അല്ലേ. അത് 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് പ്രിമിറ്റീവ്, അതായത് സി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് കണ്ടന്റ് ഓഫ് ദി പോളിനോമിയലിന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് എന്ത് പറയാം, പ്രിമിറ്റീവ് എന്ന് പറയാം. Next ഒരു named theorem important ആണ്, Gauss lemma. If a monic polynomial f of x with integral coefficients factors into two monic polynomials with rational coefficients, say f of x equal to g of x h of x, then g of x and h of x have integral coefficients. f of x എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയൽ, അതിനെ നമ്മൾ രണ്ട് മോണിക് പോളിനോമിയൽസിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്നു വിത്ത് റാഷണൽ കോഎഫിഷ്യൻസ്. ദെൻ ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഹാവ് ഇൻറ്റഗ്രൽ കോഎഫിഷ്യൻസ്. നമുക്ക് അത് പ്രൂവ് ചെയ്യണം. ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സിന് ഇൻറ്റഗ്രൽ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എനി പ്രിമിറ്റീവ് പോളിനോമിയൽ എന്ന് എടുത്തു. അപ്പോൾ ആ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം, പ്രോഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് ഹാവിങ് റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. ഇതിന് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സിന് റാഷണൽ കോഎഫിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/a0 g0 x എന്ന് എടുക്കാം. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1/b0 h0 of x. അപ്പോൾ a0 b0 എന്ന് പറയുന്ന ബിലോങ്സ് ടു z ആൻഡ് g0 of x h0 of x ആർ പോളിനോമിയൽസ് ഹാവിങ് സം ഇൻറ്റിജർ കോഎഫിഷ്യൻസ്. അപ്പോൾ g0 of x ഈക്വൽ ടു നമുക്ക് ആൽഫ g1x എന്ന് എടുക്കാം. h0 of x ഈക്വൽ ടു ബീറ്റ h1x എന്ന് എടുക്കാം. ആൽഫ ബീറ്റ എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് ഓഫ് ദി ഏതിൻ്റെയാ, g0xൻ്റെ പിന്നെ h0xൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ആൽഫയും ബീറ്റയും. ഓക്കെ, ആൻഡ് g1x ആൻഡ് h1x ആർ പ്രിമിറ്റീവ് പോളിനോമിയൽസ്. g1xും h1xും എന്താ, പ്രിമിറ്റീവ് പോളിനോമിയൽസ് ആണ്. നൗ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്, 1/a0 g0 of x. അതുകൊണ്ട് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 1/b0 h0 of x. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി g0 of x എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് ആയിട്ട് ആൽഫ ബീറ്റ എടുത്തിട്ടുണ്ട്, ആൽഫയും ബീറ്റ അല്ലേ. സോ 1/a0 b0 ഇൻറ്റു g0 of x എന്ന് പറഞ്ഞാൽ ആൽഫ g1 of xും h0 of x എന്ന് പറഞ്ഞാൽ ബീറ്റ h1. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം a0 b0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ഓഫ് എക്സിൻ്റെ കൂടെ വന്ന് a0 b0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ബീറ്റ g1x h1x ഇംപ്ലൈസ് a0 b0 ഈക്വൽ ടു ആൽഫ ബീറ്റ. Since f of x is primitive and g1 of x, h1 of x are also primitive polynomials, therefore തൊട്ട് മുമ്പത്തെ ടു പ്രിമിറ്റീവ് രണ്ട് പോളിനോമിയൽസ് പ്രിമിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും പ്രിമിറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ. therefore f of x equal to g1 of x h1. Thus f of x can be written as the product of two polynomials g1x and h1x having integer coefficients. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മാർക്കിൻ്റെ അനുസരിച്ച് വേണം എഴുതാൻ. തൊട്ട് മുമ്പത്തെ തിയറം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ.